ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഇൻഫെർട്ടിലിറ്റി ചികിത്സകൾക്കായി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ അടുക്കളയിലെ ഈ മുത്തിന്റെ ശക്തി നിങ്ങൾ മറന്നുപോയോ? IVF പോലും പരാജയപ്പെട്ടവർക്ക് സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ സഹായിച്ച ആ അത്ഭുത രഹസ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിശേഷമൊന്നും ആയില്ലേ എന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യം കേട്ട് മടുത്തവരാണോ നിങ്ങൾ? ഓരോ മാസവും ആ നെഗറ്റീവ് റിസൾട്ട് കണ്ട് തളർന്നു പോയിട്ടുണ്ടോ? എങ്കിൽ കരച്ചിൽ നിർത്തൂ. നിങ്ങളെപ്പോലെ വർഷങ്ങളോളം കാത്തിരുന്ന നൂറുകണക്കിന് പേർക്ക് അമ്മയാകാൻ കഴിഞ്ഞ ആ ലളിതമായ വഴി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഒരു സഹോദരി അയച്ച ഈ വരികളൊന്ന് കേട്ടു നോക്കൂ. 9 വർഷത്തെ ഇരുട്ടായിരുന്നു എൻ്റെ ജീവിതം. 6 തവണ IUI, 3 തവണ IVF, എല്ലാം പരാജയം. ഇനി ഇത് നടക്കില്ലെന്ന് എല്ലാവരും വിധി എഴുതി. കരഞ്ഞു തീർത്ത രാത്രികൾ മാത്രം. പ്രതീക്ഷകളെല്ലാം പോയപ്പോൾ മരിക്കാൻ പോലും ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് നമ്മുടെ ചാനലിലെ വീഡിയോകൾ ആ കുട്ടി കാണാനിടയായത്. ഡോക്ടർമാർ പോലും കൈവിട്ട നേരത്ത് ആ ടിപ്സുകളും സ്നേഹവും മാത്രമാണ് ആ കുട്ടിക്ക് താങ്ങായതെന്നാണ് ആ കുട്ടി ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ കരയുന്നത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണെന്നാണ് ആ കുട്ടി മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ പോസിറ്റീവ് റിസൾട്ട് ഇന്ന് എൻ്റെ കൈകളിലുണ്ടെന്നാണ് ആ കുട്ടി കമൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 6 IUIയും 3 IVFും പരാജയപ്പെട്ട ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കുമായിക്കൂടാ? ആത്മവിശ്വാസം കൈവിടുന്നതിന് മുൻപ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. 9 വർഷത്തെ കാത്തിരിപ്പ് വെറും 90 ദിവസം കൊണ്ട് അവസാനിച്ചു. അത്ഭുതമെന്ന് തോന്നാം, പക്ഷേ നാച്ചുറലിയുള്ള ഈ വഴിക്ക് അത്രമേൽ കരുത്തുണ്ട്. ഡോക്ടർമാർ പോലും കൈവിട്ട കേസ്. IVF പരാജയപ്പെട്ടവർക്ക് എങ്ങനെ നാച്ചുറലി കൺസീവ് ചെയ്യാൻ കഴിഞ്ഞു? മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിയ ആ അടുക്കള രഹസ്യം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ആ കുട്ടിയുടെ അനുഭവം കേട്ട് നിങ്ങളിൽ പലർക്കും അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. മെഡിക്കൽ സയൻസിനും ലക്ഷങ്ങൾ വിലയുള്ള ഇഞ്ചക്ഷനുകൾക്കും കഴിയാത്തത് വെറും അടുക്കളയിലെ ഒരു കാര്യത്തിന് എങ്ങനെ സാധിച്ചു എന്ന്. ആ സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? കുരുമുളക്. ഇതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യത്തിൻ്റെ പേരാണ് ബയോ അവൈലബിലിറ്റി. നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബലം 0. അവിടെയാണ് കുരുമുളക് നിങ്ങളുടെ ഹീറോ ആകുന്നത്. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്രിൻ എന്ന ഘടകം ശരീരത്തിലെ ഹാപ്പി ഹോർമോണുകളെ ഉണർത്തുന്നു. ഗർഭധാരണത്തിന് ഏറ്റവും വലിയ തടസ്സം സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് കുറയ്ക്കാൻ കുരുമുളക് സഹായിക്കുന്നു. ഗർഭപാത്രത്തിലെയും ഫെലോപ്പിയൻ ട്യൂബുകളിലെയും ബ്ലോക്സ് മാറ്റാൻ ഇതിലെ ആന്റി ഓക്സിഡന്റ് സഹായിക്കുന്നു. എഗ്ഗിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ സിങ്ക്, സെലിനിയം തുടങ്ങിയ ധാതുക്കൾ ഇതിലുണ്ട്. ബീജത്തിൻ്റെ എണ്ണം കുറവാണെന്നോ ചലനശേഷി ഇല്ലെന്നോ പറഞ്ഞ് വിഷമിക്കുന്ന പുരുഷന്മാർ ഒത്തിരിയുണ്ട്. കുരുമുളക് നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ അളവ് വർദ്ധിപ്പിക്കുകയും ബീജത്തിൻ്റെ ഗുണനിലവാരം കൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്. കുരുമുളക് നല്ലതാണെന്ന് കരുതി സ്പൂൺ കണക്കിന് വാരി വിഴുങ്ങിയാൽ ഗർഭം ധരിക്കില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ വയറിനെ പൊള്ളിക്കുകയും ചെയ്യും. ശരീരത്തിൽ അമിതമായ ചൂടുണ്ടായാൽ അത് ഗർഭധാരണത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അളവ് ആണ് പ്രധാനം. ആ സബ്സ്ക്രൈബർ കൃത്യമായി പാലിച്ച ആ അളവ് ഞാൻ ഇനിയും പറയാം. ഇത് ഉപയോഗിക്കാൻ 3 വഴികളുണ്ട്. ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ആദ്യത്തെ രീതിയാണ് ഗോൾഡൻ മിൽക്ക്. അതാണ് ദ പവർ കോംബോ എന്ന് പറയപ്പെടുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് പാലിൽ അല്പം മഞ്ഞളും 2 നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുക. മഞ്ഞളിൻ്റെ ഗുണം 2000 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഈ കുരുമുളക് നുള്ളു സഹായിക്കും. ഇത് നിങ്ങളുടെ ഹോർമോണുകളെ ശാന്തമാക്കും. ഇനിയും രണ്ടാമത്തെ രീതിയാണ് ഹണി മിക്സ്. ഇത് ആണുങ്ങൾക്കാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പുരുഷന്മാർക്ക് 1 ടീസ്പൂൺ ശുദ്ധമായ തേനിൽ 1 നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുന്നത് ബീജത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനിയും മൂന്നാമത്തെ രീതിയാണ് സാലഡ് സ്പ്രിങ്കിൾ. പഴങ്ങൾ കഴിക്കുമ്പോഴോ സാലഡ് കഴിക്കുമ്പോഴോ മുകളിൽ കുരുമുളക് വിതറുക. ഇത് ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും വരാവുന്ന ഒരു ഡൗട്ടാണ് പാല് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണോ എന്നുള്ള കാര്യം. അതെ, പാല് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ ശരീരത്തിലേക്ക് ശരിയായിട്ട് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ അത് ചൂടാകേണ്ടത് അത്യാവശ്യമാണ്. പാല് മഞ്ഞളിട്ട് തിളപ്പിക്കുമ്പോൾ മഞ്ഞൾ പാലുമായി നന്നായിട്ട് തന്നെ ലയിച്ചു തീരും. പാൽ തിളപ്പിച്ച ശേഷം ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കാൻ പാകത്തിലുള്ള ചൂടായ ശേഷം 2 നുള്ളു കുരുമുളക് പൊടി മുകളിൽ ചേർത്ത് ഇളക്കുക. മഞ്ഞളിൻ്റെ ഗുണം ശരീരത്തിന് ലഭിക്കണമെങ്കിൽ കുരുമുളകിലെ പെപ്രിൻ നിർബന്ധമാണ്. അതുകൊണ്ട് തിളപ്പിച്ച മഞ്ഞൾ പാലിൽ കുരുമുളക് ചേർക്കുമ്പോൾ അത് ഒരു പവർഫുൾ ടോണിക്കായിട്ട് തന്നെ മാറും.
ചുരുക്കത്തിൽ പാൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക. ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം കുരുമുളക് പൊടി ചേർക്കുക. പഞ്ചസാരയ്ക്ക് പകരം അല്പം കൽക്കണ്ടമോ തേനോ ചേർക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. തേൻ ചേർക്കുകയാണെങ്കിൽ പാൽ അധികം ചൂടില്ലാത്തപ്പോൾ ചേർക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കേട്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾ കുരുമുളക് കഴിക്കാൻ തുടങ്ങുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കുട്ടിയുടെ 9 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ കാരണം അവൾ ചില കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നതാണ്. നിങ്ങൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന 3 തെറ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഫലം കിട്ടില്ല. അതിലൊന്ന് നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കുരുമുളക് ഉപയോഗിക്കുമ്പോൾ ചുവന്ന മുളക് പരമാവധി കുറയ്ക്കുക. ഇത് ശരീരത്തിൽ അനാവശ്യ ചൂടുണ്ടാക്കുകയും പ്രഗ്നൻസിക്ക് തടസ്സമാകുകയും ചെയ്യും. ഹോർമോൺ വ്യതിയാനങ്ങൾ മാറണമെങ്കിൽ പഞ്ചസാര ഒരു വില്ലനാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കുരുമുളക് പാലിനോടൊപ്പം തേനോ കൽക്കണ്ടമോ മാത്രം ചേർത്ത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കുട്ടി കമന്റിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സ്നേഹമാണ് എന്നെ പിടിച്ചുയർത്തിയത് എന്ന്. എനിക്കിത് നടക്കില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കാം. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും എന്ത് തന്നെ കഴിച്ചാലും എന്ത് തന്നെ കുടിച്ചാലും ഒക്കെ ഒരു ദിവസം കൊണ്ട് മാറിപ്പോകുന്ന ഒരു പ്രോബ്ലം അല്ല ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കാര്യം. ഒരു അണ്ടം പൂർണ്ണമായിട്ട് വളരാൻ വേണ്ട സമയം നിങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് ഈ കുരുമുളക് പ്രയോഗം കുറഞ്ഞത് 2 മാസമെങ്കിലും നിങ്ങൾ മുടങ്ങാതെ പിന്തുടരുക. ആ കുട്ടിക്ക് 9 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ 3 മാസം മതിയെങ്കിൽ നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും സാധ്യമാണ്. എൻ്റെ സ്വന്തം ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഹോസ്പിറ്റലിലെ നീണ്ട ക്യൂവിൽ നിൽക്കുമ്പോഴും ഓരോ മാസവും പീരീഡ്സ് ആകുമ്പോൾ തകർന്നു പോകുമ്പോഴും ഓർക്കുക, ദൈവം നിങ്ങൾക്കായിട്ട് ഒരു വഴി തീർച്ചയായിട്ടും കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ അടുക്കളയിലെ ഈ കുഞ്ഞു കുരുമുളകിലൂടെ ആയിരിക്കാം. ഇന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇൻഫെർട്ടിലിറ്റി വേദനയിലാണെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ സങ്കടങ്ങൾ തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു പോസിറ്റീവ് റിസൾട്ട് സ്റ്റോറി നിങ്ങളുടെ കമൻ്റ് ആയിരിക്കണം. അത് വായിക്കാൻ ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു മൗനം നാളെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലായി മാറട്ടെ. ആ ദിവസം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് ചേച്ചി എനിക്കും പോസിറ്റീവ് ആയി എന്ന് കമൻറ്റ് ചെയ്യുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കും. ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. ദൈവം കൂടെയുണ്ട്. ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. അടുത്തൊരു സന്തോഷ വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സാപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.